ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പിറവിക്കാലം 1-ാം ഞായർ. നേതൃത്വത്തിൽ ഹേറോദസ് ഇരുന്നാൽ ദൈവപുത്രന് പോലും രക്ഷയില്ല, ഓടിപ്പോകേണ്ടി വരും. ഇങ്ങനൊരവസ്ഥയാണ് പലപ്പോഴും സഭയിൽ സംജാതമാകുന്നത്, ഒരുപക്ഷെ ദേശരാഷ്ട്രത്തിലും. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഹേറോദസ് രാജാവിൻ്റെ കാലത്ത് യഹൂദായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്ന് ജ്ഞാനികൾ യെറൂസലേമിലെത്തി. അവർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഹേറോദസ് രാജാവും അവനോടൊപ്പം യെറൂസലേം മുഴുവനും പരിഭ്രമിച്ചു. അവൻ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും വേദശാസ്ത്രികളെല്ലാവരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞു, യൂദായിലെ ബേത്ലഹേമിൽ തന്നെ. എന്നാൽ പ്രവാചകൻ മുഖാന ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യൂദാദേശത്തെ ബേത്ലഹേമേ, നീ യൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. അപ്പോൾ ഹേറോദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടു. വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും അവന് കാഴ്ചവെച്ചു. ഹേറോദസിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന സ്വപ്നത്തിൽ അരുളപ്പാട് ഉണ്ടായതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യോഹന്നാൻ 1:14. ഈ സംഭവത്തിന്, മനുഷ്യാവതാരം എന്ന ഈ സംഭവത്തിന് 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഒന്ന് പ്രസാദാത്മകമായത്, മറ്റൊന്ന് നിഷേധാത്മകമായത്. പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികളാണ് അനുകൂലമായി പ്രതികരിച്ചത്. ഗ്രീക്ക് തത്വജ്ഞാനിയായ സോക്രട്ടീസിൻ്റെയും യഹൂദരുടെ പിതാവായ ആധ്യാത്മിക പിതാവായ അബ്രഹാമിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് ഈ ജ്ഞാനികൾ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അധികാരം നൽകിയെന്ന വചനം ഇവരിൽ നിവൃത്തിയാവുകയാണ്. യോഹന്നാൻ 1:12-13. രണ്ടാമത്തെ പ്രതികരണം നിഷേധാത്മക പ്രതികരണമാണ്. പാതി യഹൂദനായ മഹാനായ ഹേറോദസാണ് നിഷേധാത്മകമായി പ്രതികരിച്ചത്. അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു. അതാണ് താല്പര്യം. രക്ഷകനെ, മിശിഹായെ, ക്രിസ്തുവിനെ കൊല്ലാൻ. അവൻ സ്വന്തം വീട്ടിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല എന്ന വചനം ഈ ഹേറോദസിൻ്റെയും കൂട്ടരുടെയും കാര്യത്തിൽ സത്യമാവുകയാണ്. യോഹന്നാൻ 1:11. ഈ 2 തരം പ്രതികരണങ്ങൾ, മിശിഹ സംഭവം, ക്രിസ്തു സംഭവം, മനുഷ്യാവതാരം എന്നൊക്കെ വിളിക്കുന്ന ഈ സംഭവത്തിന് ഉണ്ടായ 2 പ്രതികരണങ്ങൾ 2 അംഗങ്ങളുള്ള ഒരു നാടകത്തിൻ്റെ രൂപത്തിലാണ് മത്തായി ശ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ നാടക അംഗത്തിലും 3 വിധം രംഗങ്ങളുണ്ട്. വളരെ ചിട്ടയോടുകൂടിയൊരു നാടകമായിട്ടാണ് മത്തായി അവതരിപ്പിച്ചിരിക്കുന്നത്. നാടകാംഗം 1, കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ. 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വാക്യങ്ങൾ. ഇതിൽ തന്നെ 3 രംഗങ്ങളുണ്ട്. ഈ 1-ാമത്തെ അംഗത്തിൽ 3 രംഗങ്ങളുണ്ട്. രംഗം 1 2 വാക്യങ്ങൾ, 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. യഹൂദരുടെ രാജാവിൻ്റെ ജനന വാർത്ത ഒരു നക്ഷത്രം അറിയിക്കുന്നു. ജ്ഞാനികൾ യെറൂസലേമിലേക്ക് പോകുന്നു. യാക്കോബിൽ നക്ഷത്രം ഉദിക്കും എന്ന ബാലാമിൻ്റെ പ്രവചനം, അത് ഈ ജ്ഞാനികളുടെ ദേശത്തും അതിൻ്റെ ഒരു ശിലാലിഖിതം കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നക്ഷത്രം, എന്തുകൊണ്ട് നക്ഷത്രം കണ്ടപ്പോൾ പിന്നെയും കിഴക്കോട്ട് പോകാതെ പടിഞ്ഞാറോട്ട് പോയി? ഈ ബാബിലോണാണ് ഈ പറഞ്ഞ ഈ കിഴക്ക് എന്ന് പറയുന്നത്. ബാബിലോൺ കൽദായ ദേശത്തെ അബ്രഹാമിൻ്റെ ദേശം, ജന്മദേശം, ഊറ്, കൽദായരുടെ ഊറ്, അവിടെ നിന്നുള്ളവരാണ് ജ്ഞാനികൾ. അവർ പിന്നെയും ചൈനയിലേക്കും ഇന്ത്യയിലേക്കും കിഴക്കോട്ട് പോകാതെ എന്തുകൊണ്ടാണ് പടിഞ്ഞാറോട്ട് യെറൂസലേമിലേക്ക് പോയത്? അതിന് പോയതിന് കാരണം ഈ ബാലാമിൻ്റെ പ്രവചനം, യാക്കോബിൽ നക്ഷത്രം ഉദിക്കുന്ന പ്രവചനം അവരുടെ നാട്ടിൽ അറിയാമായിരുന്നു. അതേക്കുറിച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനികൾ ഈ നക്ഷത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ യെറൂസലേമിലേക്ക് പോയത്.
രംഗം 2 4-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ. യഹൂദരുടെ രാജാവിൻ്റെ ജനനസ്ഥലം വേദപുസ്തകത്തിൽ അന്വേഷിച്ച് വേദപുസ്തകം അറിയിക്കുകയാണ്. യൂദായിലെ ബേത്ലഹേമാണ് ഈ മിശിഹ പിറക്കുന്ന ഇടമെന്ന് തിരുവചനങ്ങളിലൂടെ, അതായത് വേദപുസ്തകത്തിലെ തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുകയാണ്. അതാണ് 2-ാമത്തെ രംഗം. 3-ാമത്തെ രംഗം 9 മുതൽ 12 ഒരു വാക്യങ്ങൾ യഹൂദരുടെ രാജാവിനെ വിജാതീയരായ ജ്ഞാനികൾ ആരാധിക്കുന്നു. ഇതാണ് ഈ 3-ാമത്തെ രംഗം. നാടകാംഗം 2 ഹേറോദസിൻ്റെ നിഷേധാത്മക പ്രതികരണം. അത് 2-ാമത്തെ അധ്യായം 13 മുതൽ 23-ാം വചനം വരെയാണ്. അതിൽ രംഗം 1 തിരുക്കുടുംബത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായനം. അവിടെ ഹോശയ്യായുടെ പ്രവചനം നിറവേറുകയാണ്. 2-ാമത്തെ രംഗം 16 മുതൽ 18 ഒരു വാക്യങ്ങൾ നിഷ്കളങ്ക ശിശുക്കളുടെ കൂട്ടക്കുരുതി, യിരെമ്യായുടെ പ്രവചനം പൂർത്തിയാവുകയാണ് ഇവിടെ. 3-ാമത്തെ രംഗം 19 മുതൽ 23 വരെ തിരുവചനങ്ങൾ തിരുക്കുടുംബം നസറത്തിൽ. അത് അവതരിപ്പിച്ചിരിക്കുന്നത് പല പ്രവചനങ്ങളുടെ ഒരു മാല ഉപയോഗിച്ചിട്ടാണ്, മാല കോർത്തിട്ടാണ്. ഈ നാടകീയ ചിത്രീകരണത്തിൽ യേശുമായി ബന്ധപ്പെട്ട പല പ്രമുഖ സ്ഥലങ്ങളും പരാമർശിക്കപ്പെടുന്നു. ചരിത്രപരമായ സ്ഥലങ്ങൾ ഗലീല, നസറത്ത്, ബേത്ലഹേം, യൂദയ, യെറൂസലേം, പൗരസ്ത്യം, ഈജിപ്റ്റ്, ഇതൊക്കെ യേശുവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിൽ പറയുന്ന ഈ ഹെറോദസ്, ആരാണ് ഈ ഹെറോദസ്? ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് മഹാനായ ഹെറോദസ് ആണ്. മഹാനായ ഹെറോദസ്, അങ്ങനെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഈ മഹാനായ ഹെറോദസ്, ഞാനൊന്ന് മൗസ് എടുത്തതാണ്. ഈ മഹാനായ ഹെറോദസ് ഏദോമ്യ കുടുംബത്തിൽ, അതായത് ഏസാവിൻ്റെ പിന്മുറക്കാരുടെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു. ഇദുമ എന്ന സ്ഥലത്താണ് അയാളുടെ കുടുംബ വീട്. അതിനാൽ അദ്ദേഹം യഥാർത്ഥ യഹൂദനല്ല. ഏസാവിൻ്റെ പിന്മുറക്കാരാണല്ലോ, യാക്കോബിൻ്റെ പിന്മുറക്കാരാണ് ശരിക്കുള്ള യഹൂദർ. ഇത് ഏസാവിൻ്റെ പിന്മുറക്കാരായതുകൊണ്ട് ഒരു പാതി യഹൂദൻ എന്നാണ് കണക്കാക്കിയിരുന്നത്. മാത്രമല്ല ഇദുമ എന്ന് പറഞ്ഞാൽ തെക്ക്, വളരെ തെക്ക്, പാലസ്തീനയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത്. യഹൂദൻ എന്നാണ് അദ്ദേഹത്തെ പലരും വിളിച്ചിരുന്നതെങ്കിലും യഹൂദന്മാരുടെ രാജാവ് എന്ന സംജ്ഞയോടുകൂടിയാണ് അദ്ദേഹത്തെ പാലസ്തീനയുടെ ഭരണാധികാരിയായി റോമൻ സെനറ്റ് നിയമിച്ചതെങ്കിലും അദ്ദേഹത്തെ ശരിക്കുള്ള യഹൂദന്മാർ തങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പാതി യഹൂദൻ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തെ ഈ പാലസ്തീനയുടെ രാജാവായിട്ട് BC 40 റോമൻ സെനറ്റ് തീരുമാനിച്ചത്, 40. പക്ഷേ ചാർജ് എടുക്കാൻ പിന്നെ 3 കൊല്ലം എടുക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന് എളുപ്പത്തിൽ പാലസ്തീനയിൽ വന്ന് ചാർജ് എടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. 3 കൊല്ലം കഴിഞ്ഞ് BC 37 അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത്. BC 4 അദ്ദേഹം മരിച്ചതെന്നാണ് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത്. ഇപ്പം നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചത് BC 1 ജനുവരിയിലാണ്. നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊക്കെ ഞാൻ ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ, അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വിശദമായിട്ട് ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട്. യെറൂസലേം ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പണികൾ അദ്ദേഹം നടത്തി. അത് വലിയൊരു പ്രോജക്റ്റായിരുന്നു. ദേവാലയത്തിലെ പണം എടുത്ത് മറ്റ് ദേവന്മാർക്കും ക്ഷേത്രങ്ങൾ പണിതു. അത് ഒരു എന്താ പറയുക, ഭരണാധികാരി മതേതരത്വമാണല്ലോ, മറ്റെല്ലാവരെയും എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഗ്രീക്ക് ഭാഷ നിർബന്ധമാക്കി. റോമാ സാമ്രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറുഹേതുവായും ദാവീദിന്റെ യഥാർത്ഥ പിൻഗാമിയല്ല എന്ന കാരണം നിമിത്തവും ദേവാലയത്തിലെ പണം മറ്റു കാര്യങ്ങൾക്കായി എടുത്തുപയോഗിച്ച കാരണത്താലും യഹൂദർക്ക് ഈ മഹാനായ ഹെറോദസിനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അതിനേക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. വളരെ ഈ നേട്ടങ്ങളൊക്കെ നോക്കിയാൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വളരെ ക്രൂരനായിരുന്നു. ഹസ്മനയൻ രാജകുടുംബത്തിലെ അംഗവും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാളുമായ മറിയാമെ, ഒന്നാമത്തെ മറിയാമെ ഫസ്റ്റ്, ഒരു ദുശങ്ക നിമിത്തം ഈ മഹാനായ ഹെറോദസ് കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന് 10 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മറിയാമെ, ഒന്നാമത്തെ മറിയാമെ. ഹസ്മനയൻ മക്കബായൻ കുടുംബത്തിൽപ്പെട്ടവളാണ്. ഏറ്റവും ഇഷ്ടം ഇവളെയായിരുന്നു. പക്ഷേ അവൾക്ക് ഏതോ ജാരണ ഉണ്ടെന്നൊരു സംശയം തോന്നി കൊന്നുകളഞ്ഞു. അവളുടെ അമ്മ അലക്സാന്ദ്രിയയും കൊന്നുകളഞ്ഞു. തൻ്റെ അളിയനായിരുന്ന അരിസ്റ്റോബുലസ്, മറ്റൊരു അളിയനായിരുന്ന കൊസ്റ്റോബർ, ഇവരെയൊക്കെ കൊന്നുകളഞ്ഞു.
അവർ തനിക്കെതിരെ കലാപത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് ഹെറോദസിനെ ചൊടിപ്പിച്ചത് ഇങ്ങനെ കൊന്നുകളയാനായിട്ട്. തൻ്റെ സ്വന്തം മക്കൾ 2 പേര്, അലക്സാണ്ടർ അരിസ്റ്റോബുലസ്, ആദിയാതനായ ഏറ്റവും മൂത്ത പുത്രൻ അന്തിപ്പാത്ര, ഇവരെയൊക്കെ കൊന്നുകളഞ്ഞു. കാരണം സംശയദൃഷ്ടിയോടെയാണ് എല്ലാവരെയും കണ്ടിരുന്നത്. തൻ്റെ അധികാരത്തിനും സിംഹാസനത്തിനും ഭീഷണി ഉയരുന്നു തോന്നിയ സകല ആളുകളെയും വകവരുത്തി. ഹെറോദസിന്റെ മകനായി ജനിക്കുന്നതിനേക്കാൾ അയാളുടെ പന്നിയായി ജനിക്കുന്നതാണ് നല്ലതെന്ന് അഗസ്റ്റസ് സീസർ പോലും പറഞ്ഞിട്ടുണ്ട്. ഈ പാതി യഹൂദനായതുകൊണ്ട് പന്നികളെ കൊല്ലാറില്ല ഹെറോദസ്, മക്കളെ കൊല്ലും. ഇപ്പം നമ്മൾ ഈ മൃഗസ്നേഹികളുണ്ടല്ലോ, മനുഷ്യരെ കൊല്ലുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ പട്ടിയെ കൊന്നാൽ, തെരുവ് പട്ടിയെ കൊന്നാൽ അപ്പോൾ അവർക്ക് പ്രശ്നമായി. അങ്ങനെയുള്ള ഒരു അവർക്ക് ഈ ഹെറോദസ്മാരുടെ പകുതി പതിപ്പുകളാണ്. മനുഷ്യർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ലോകം. വന്യമൃഗങ്ങൾക്കും തെരുവ് പട്ടികൾക്കും മാത്രമല്ലല്ലോ. നിയമങ്ങൾ ഉണ്ടായിട്ടും അത് നടപ്പാക്കാതെയും നിയമങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കാതെയും ഭരണാധികാരികൾ ചിലർക്ക് ഓശാന പാടി എന്നിട്ട് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാൽ എല്ലാവരും ശരിപ്പെടുത്തും. ഒന്നുകിൽ അവർ കൊല്ലും, അല്ലെങ്കിൽ തെരുവ് പട്ടികൾ വിട്ട് കൊല്ലും. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഭരണാധികാരികളും പലപ്പോഴും ചെയ്യുന്നത്. അതിനു വേണ്ടിയൊക്കെ അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് ഓശാന പാടാനും ഇഷ്ടം പോലെ ആളുകളുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുകയും എന്നാൽ അതൊന്നും കൃത്യമായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. സാൻഹെദ്രിൻ സംഘത്തിലെ 46 അംഗങ്ങളെ അദ്ദേഹം കൊലപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്നു ഈ മഹാനായ ഹെറോദസ്. തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് യഹൂദ രാജ്യത്തിലെ പ്രമുഖ പൗരന്മാരെല്ലാം കൊല്ലാൻ അദ്ദേഹം കൽപ്പനയിട്ടു. പക്ഷെ അദ്ദേഹം ആ കൽപ്പന നിറവേറിയില്ല. കാരണം അയാളുടെ സഹോദരിയായ സലോമിയാണ് അത് നടപ്പാക്കേണ്ടിയിരുന്നത്, അവളത് നടപ്പാക്കിയില്ല. പിന്നെ നമുക്കറിയാം ബേത്ലഹേമിലെ കുഞ്ഞിപ്പൈതങ്ങളെ കൊല്ലാനായിട്ട് ഉത്തരവിട്ടു, കൊന്നുകളയും ചെയ്തു ഈ മഹാനായ ഹെറോദസ്. എന്തിനാണ് ഈ ഹെറോദസിന്റെ പേര് മത്തായി സൂചിപ്പിക്കുന്നത്? റോമാ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ലൂക്കാസ് ക്രിസ്മസിന്റെ സദ്വാർത്ത ആരംഭിച്ചത്. നമ്മൾ അതേ കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ലൂക്കാസിനെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. അതുപോലെ ജ്ഞാനികളുടെ കഥ യഹൂദരുടെ രാജാവായ മഹാനായ ഹെറോദസിന്റെ പേരെഴുതിക്കൊണ്ട് മത്തായി തുടങ്ങുന്നു. ലൂക്കാസ് അവതരിപ്പിക്കുന്ന ഈ യേശുവിൻ്റെ ക്രിസ്മസ് കഥ, ജനനകഥ, അതിൻ്റെ ജീവിത പരിസരത്ത് നവജാത ശിശുവായ ഈശോ മിശിഹ, അതിൻ്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ച അഗസ്റ്റസ് കൈസർ, അതിൻ്റെ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ ക്രിസ്മസിന് അന്ന് കണ്ടിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശദാംശത്തിൽ വീണ്ടും കടക്കുന്നില്ല. ലോകത്തിലേക്ക് സമാധാനം കൊണ്ടുവന്നത് താനാണ്, ഇനി ദേവന്മാരുടെ ആവശ്യമില്ല, ഞാനാണ് ദൈവം എന്ന് വീമ്പളിക്കിയ ആളാണ് ഈ അഗസ്റ്റസ് സീസർ. അവിടെയാണ് സമാധാനത്തിൻ്റെ രാജാവായിട്ട് ഒരു ഉണ്ണീശോ പിറക്കുന്നത്. എന്നിട്ടിപ്പോൾ അഗസ്റ്റസ് സീസർ എവിടെയാ ലോക സമാധാനം കൊണ്ടുവന്നെന്ന് പറഞ്ഞ ആള്? എങ്ങുമില്ല. ഈശോ മിശിഹായ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ മൈനോറിറ്റിയാണ് നമ്മളെങ്കിലും ഈ വടക്കേ ഇന്ത്യയിലും അല്ലാത്തടത്തും ഒക്കെ ഒരുപാട് ഈ ക്രിസ്മസിന് എന്തുമാത്രം പേരാണ് ആക്രമിക്കപ്പെട്ടത് ക്രിസ്ത്യാനികൾ. എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് ക്രിബിനെ ആക്രമിക്കുന്നു, പുൽക്കൂടിനെ ആക്രമിക്കുന്നു, നക്ഷത്രത്തെ ആക്രമിക്കുന്നു, പിന്നെ സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുന്നു. നമ്മൾ എത്രയോ ചെറിയൊരു ശതമാനമാണ്, ഒരു ഭീഷണിയും ആർക്കും ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മുടെ സാന്നിധ്യം അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നു. അപ്പം അത് അങ്ങനെയാണ്. അതായത് ഉണ്ണീശോ എന്ന് പറഞ്ഞാൽ ദുർബലനായ ഒരു രാജാവായിട്ടാണ് വരുന്നത്. പക്ഷെ ഏറ്റവും ശക്തിയുള്ളത് ആ ദുർബലനായി കിടക്കുന്ന ഉണ്ണീശോയ്ക്കാണ്. അതുകൊണ്ടാണ് ഈ ക്രിബുമായിട്ട് ചെല്ലുന്നവരുടെയും കരോളുമായിട്ട് ചെല്ലുന്നവരെയും ഒക്കെ മറ്റൊരു അലവസരപ്പെടുത്തുന്നു അവരെ. കാരണം അവരുടെ ഈ ഇങ്ങനെ കണ്ണു തുറപ്പിക്കുന്ന ദേവന്മാർക്കെതിരെ ഇതൊരു നിഷ്കളങ്ക ശിശുവിൻ്റെ രൂപത്തിലാണ് ദൈവം വന്നിരിക്കുന്നത്. എത്രയോ അന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു, ഇപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാം. എത്രയോ പേര് കുർബാന എടുത്തുകൊണ്ട് പോയി സാത്താൻ കുർബാന ചൊല്ലുന്നു, എത്രയോ പേര് ആഭിചാര കുർബാന ചൊല്ലുന്നു, എന്നിട്ടൊരു നടപടി എടുക്കുന്നില്ല. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരുടെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നു, എന്നിട്ട് ആ ആക്രമിച്ച വൈദികർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, ആക്രമിക്കപ്പെട്ടവർക്ക് അവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഈ ഹെറോദസ്മാർ ഭരണത്തിലിരിക്കുമ്പോൾ സംഭവിക്കും. അതെല്ലാ കാലത്തും ഉണ്ടാകും. നമ്മളിപ്പോൾ നമ്മുടെ കാലത്ത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ്, എല്ലാ കാലത്തും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ട് അങ്ങനെയുള്ള ഹെറോദസ്മാരെ ഈ റോമൻ ഭരണത്തിൽ എത്രയോ വർഷമാണ് റോമൻ സെനറ്റ് ഭരണത്തിലാക്കിയത്, അതുപോലെ ഭരണത്തിലാക്കാനായിട്ട് നേതൃത്വം ഉണ്ടാകും. ഇതൊക്കെ എല്ലാ കാലയളവിലും നമ്മൾ കണ്ടുവരുന്ന സംഗതികളാണ്. ഇതുപോലെ തന്നെ താനാണ് വിമോചകൻ, ചുരുങ്ങിയ പക്ഷം യഹൂദ രാജ്യത്തിൻ്റെ വിമോചകൻ ഞാനാണ് എന്ന് വീമ്പിളക്കിയിരുന്ന മഹാനായ ഹെറോദസ് റോമാ ചക്രവർത്തിയുടെ ഔദാര്യവും പ്രീതിയും പിടിച്ചുപറ്റിയാണ് ചുളിവിൽ ഭരണം നടത്തുന്നത്. ആ വ്യവക്ഷേപമാണ് ജ്ഞാനികളെ കഥ പറയുമ്പോൾ മത്തായി ചിത്രീകരിക്കണേ. അതുകൊണ്ടാണ് ഈ ജ്ഞാനികൾ ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ആര്? അപ്പോൾ ഈ മഹാനായ ഹെറോദസ് രാജാവല്ലേ? അല്ല.
സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്, പക്ഷെ ശരിക്കുള്ള രാജാവല്ല. അതുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നത് കൊണ്ട് മാത്രം ഒരാളും നേതൃത്വമാകില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നേതൃത്വമാകില്ല. ഈശോ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല, എന്നിട്ട് യഹൂദമയുടെ രാജാവ് എന്നാണ് വിളിക്കപ്പെട്ടത്. ഹെറോദസ് സിംഹാസനത്തിൽ ഇരിക്കുന്നു, പക്ഷേ ജ്ഞാനികൾ ചോദിച്ചത്, ജ്ഞാനികൾക്കറിയാം അയാൾ രാജാവല്ല. ജ്ഞാനികൾക്കറിയാം, വിഡ്ഢികൾക്കറിയില്ല, ഭോഷന്മാർക്കറിയില്ല. വിഡ്ഢികളും ഭോഷന്മാരും എന്താണ് വിചാരിക്കുന്നത്? സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ്, കൊല്ലാൻ കൽപ്പനയിടുന്നവനാണ്, കൽപ്പന ഉണ്ടാക്കുന്നവനാണ്, പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിക്കുന്നവനാണ് രാജാവെന്നാണ് ഭോഷന്മാർ കണക്കാക്കണേ. ജ്ഞാനികൾക്കറിയാം അതല്ല. അതുകൊണ്ടാണ് ജ്ഞാനികൾ ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? സ്വാഭാവികമായിട്ടും ജ്ഞാനികൾ ചോദിച്ചത് മഹാനായ ഹെറോദസിനാണ്. ഹെറോദസ് ആകെ അങ്ങനെ പ്രയാസത്തിലായി. താൻ രാജാവായിരിക്കുന്നത് വേറെ രാജാവിനെ കുറിച്ച് ചോദിച്ചു വന്നിരിക്കുന്നു. ഉടനെ തന്നെ ജ്ഞാനികളെല്ലാം വിളിച്ചായിട്ട് ചോദിച്ചു, ഇങ്ങനൊരു സംഗതി ഉണ്ടോ? അപ്പോൾ അവർ വേദപുസ്തകം തിരഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെയുണ്ട്. യഹൂദായിലെ ബേത്ലഹേമിലാണ് മിശിഹ ജനിക്കുക. അതായത് യെറൂസലേമിന് തെക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ ബേത്ലഹേം. ബേത്ത് ലെഹം എന്നാണ് ഹീബ്രുവിൽ. ബേത്ത് ലെഹം, ബേത്ത് വീട്, ലെഹം ബ്രെഡ്, ഹൗസ് ഓഫ് ബ്രെഡ്. ജീവന്റെ അപ്പമായവൻ അപ്പത്തിൻ്റെ ഭവനത്തിലാണ് പിറക്കുന്നത്. അതാണ് അതിൻ്റെ ദൈവശാസ്ത്രം. അപ്പത്തിൻ്റെ ഭവനം എന്നുള്ള ആ സ്ഥലത്താണ്. അത് പക്ഷേ ഗ്രീക്കിൽ ബേത്ലഹേം എന്നാണ്. ബേത്ലഹേം ദാവീദിന്റെ നഗരം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ലൂക്കാസ് 2:4 പറയുന്നുണ്ട്. ദാവീദിൻ്റെയും കുടുംബത്തിൻ്റെയും ജന്മനാടായിരുന്നു ഈ ബേത്ലഹേം. അതുകൊണ്ടാണ് അങ്ങനെ ദാവീദിന്റെ നഗരം എന്ന് വിളിക്കുന്നത്. 1 സാമുവേൽ 16:1 വിളിക്കുന്നത് ദാവീദിന്റെ കുടുംബം ആ ബേത്ലഹേമിലായിരുന്നു എന്നാണ്. ദാവീദ് പുത്രനായ മിശിഹ രാജാവ് ജനിക്കുന്നതും അതേ സ്ഥലത്താണ്. ഇതേ സ്ഥലത്ത് വെച്ചാണ് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തത്. 1 സാമുവേൽ 16:4-13. അപ്പൊ ദാവീദിന്റെ നഗരത്തിൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്ത സ്ഥലത്ത് അവിടെയാണ് ദാവീദ് പുത്രനായ മിശിഹ ജനിച്ചിരിക്കുന്നത്. ഇതാണ് തിരുവചനം പറയണേ. ഈ തിരുവചനത്തിൽ കൂട്ടായി പറയുന്നത് മീഖായുടെ പ്രവചനമാണല്ലോ. ഈ ബേത്ലഹേം എന്ന വാക്കിനോട് കൂട്ടിക്കെട്ടി യൂദായിലെ ബേത്ലഹേം എന്നാണ് പറയുന്നത്. യൂദായിലെ ബേത്ലഹേം. അപ്പോൾ അതിന് ദൈവശാസ്ത്രപരമായ ഒരു ലക്ഷ്യം വരികയാണ്. യാക്കോബ് തൻ്റെ മക്കൾക്ക് വാഴ്വ് കൊടുക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ പുത്രനായ യഹൂദയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ചെങ്കോൽ യൂദായെ വിട്ടു പോവുകയില്ല. യഹൂദ എന്നല്ല പറഞ്ഞേ, യൂദ. ചെങ്കോൽ യൂദായെ വിട്ടു പോകില്ല. അതിൻ്റെ അവകാശം വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകളുടെ അനുസരണം അവനുള്ളതായിരിക്കും. ഉൽപ്പത്തി 49:10. അതായത് യഹൂദായിലെ ബേത്ലഹേം എന്ന് പറഞ്ഞിട്ട് യൂദ എന്നാണ് ഉപയോഗിക്കുന്നത്. വ്യത്യാസം. യഹൂദയിലെ ബേത്ലഹേം, എന്നാൽ യൂദായെ വിട്ടു പോകുകയില്ല. യഹൂദ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, യൂദ എന്ന് പറഞ്ഞാൽ ആളാണ്. ഒരു ചെറിയ മാറ്റമുണ്ട്. യഹൂദയിലെ ബേത്ലഹേമിലാണ് മിശിഹ ജനിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം മീഖായുടെ പ്രവചനത്തിൽ യൂദായെ റെഫർ ചെയ്യാണ്. യൂദ എന്ന് പറഞ്ഞാൽ ആളാണ്, യാക്കോബിന്റെ മക്കളിൽ ഒരാൾ. അന്തിമ ദാവീദായ യേശു, ആ യേശുവിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട കഥയിൽ എല്ലാ ജനതകളെയും രക്ഷിക്കുന്ന നവജാതനായ യഹൂദ രാജാവിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ ഈ പ്രവചനത്തിൻ്റെ അലയടികൾ പശ്ചാത്തലത്തിൽ കേൾക്കുന്നുണ്ട്. എന്താണ്? ചെങ്കോൾ യൂദായെ വിട്ടു പോകുകയില്ല. യഹൂദായിലെ ബേത്ലഹേം എന്നത് മാറി യൂദായിലെ ബേത്ലഹേമായി, യഹൂദായിലെ ബേത്ലഹേം എന്നത് യൂദായുടെ ബേത്ലഹേം എന്ന് മാറുകയാണ്. യഹൂദ എന്ന പ്രദേശത്തെക്കാൾ യൂദ എന്ന ആളിലേക്കും അയാൾക്ക് നൽകപ്പെട്ട വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിലേക്കും കൈചൂണ്ടുകയാണ്. യൂദ ഗോത്രത്തിലുള്ള യേശുവാണ് ചെങ്കോലിന്റെ യഥാർത്ഥ അവകാശിയായ രാജാവ് എന്നർത്ഥം. അപ്പൊ യഹൂദായിലെ ബേത്ലഹേം ജനിച്ചപ്പോൾ ആ നാടിന് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാവീദിന്റെ നഗരം, ദാവീദിന്റെ കുടുംബ വീട്, ദാവീദിന്റെ രാജാവായി അഭിഷേകം ചെയ്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പത്തിന്റെ ഭവനം, ഇങ്ങനെയുള്ള ദൈവശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും വേറൊരു ദൈവശാസ്ത്രം കൂട്ടിച്ചേർക്കുകയാണ്. ചെങ്കോൽ യൂദായെ വിട്ടു പോകുകയില്ല. ആ യൂദ എന്ന് പറഞ്ഞാൽ യഹൂദ നാടല്ല, യൂദ എന്ന ആളാണ്. ആ യൂദ ഗോത്രത്തിലാണ് യേശു ജനിച്ചത്. അതുകൊണ്ട് യൂദ ഗോത്രത്തിൽ നിന്നുള്ള യേശുവാണ് യഥാർത്ഥ ചെങ്കോലിന്റെ യഥാർത്ഥ അവകാശിയ രാജാവ്. ഇതാണ് വേദപുസ്തകം പരിശോധിച്ചപ്പോൾ കിട്ടിയ ഉത്തരം. അപ്പോൾ ഈ ജ്ഞാനികൾ പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങൾ കിഴക്ക് നക്ഷത്രം കണ്ട് വരികയാണ്. കിഴക്ക്, അനാറ്റോള എന്നാണ് ഗ്രീക്ക് വാക്ക്. കിഴക്ക് എന്നാണ്. ഉദയം, പൗരസ്ത്യം, പ്രഭാതം എന്നെല്ലാം അതിനർത്ഥമുണ്ട്.
ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്നാണ് ജ്ഞാനികൾ വരുന്നത്. ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്ന്, ഫ്രം ദ ലാൻഡ് ഓഫ് ദ സൺറൈസ് എന്നാണ്. ഫ്രം ദ ലാൻഡ് ഓഫ് ദ സൺറൈസ്, ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്നാണ് അവൻ വരുന്നത്. പൗരസ്ഥൻ എന്നാണ് മിശിഹായെ സക്കറിയ പ്രവാചകൻ വിളിക്കുന്നത് 6:12. നീതിസൂര്യൻ എന്നാണ് മലാക്കി വിളിക്കുന്നത് 4:2. അപ്പോൾ പൗരസ്ഥനായ സക്കറിയ 6:12, നീതിസൂര്യനായ ദ സൺ ഓഫ് റൈച്ചസ്നെസ് മലാക്കി 4:2 യേശുവിനെ ആരാധിക്കാനാണ് ഈ കിഴക്ക് നാളുകാർ വന്നിരിക്കുന്നത്. പൗരസ്ഥനായ നീതിസൂര്യനെ ആരാധിക്കാനായിട്ട് പൗരസ്ഥർ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഉദയം, പൗരസ്ഥം, പ്രഭാതം എന്നെല്ലാം അർത്ഥമുള്ള അനാച്വൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നമുക്ക് ഏറ്റവും രസകരമായ സംഗതി, ഇങ്ങനെ പൗരസ്ഥ നാട്ടിൽ നിന്നുള്ള ജ്ഞാനികൾ പൗരസ്ഥനായ യേശുക്രിസ്തുവിനെ കാണാൻ, നീതിസൂര്യനായ യേശുക്രിസ്തുവിനെ കാണാൻ പോകുന്നു. അവരാദ്യം പോയത് ഭരണകേന്ദ്രമായ ഹെരോദസിന്റെ കൊട്ടാരത്തിലാണെങ്കിലും അതല്ല, തിരുവചനങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായി അവനല്ല യഹൂദരുടെ ശരിക്കുള്ള രാജാവ്. തിരുവചനങ്ങൾ പഠിച്ചപ്പോൾ അപ്പോൾ മനസ്സിലായി ശരിക്കുള്ള രാജാവ് ബേത്ലഹേമിലാണ്, അവൻ യൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. അപ്പം ആദ്യം ഈ നക്ഷത്രത്തിന് സഹായത്തോടെ പോയപ്പോൾ അവർ രാജകൊട്ടാരത്തിലേക്കാണ് ചെന്നത്. കാരണം അങ്ങോരാണ് ഭരണത്തിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ വേദപുസ്തകം പരിശോധിച്ചപ്പോഴാണ് അയാൾ ശരിക്കുള്ള രാജാവ് അല്ലെന്ന് മനസ്സിലായത്. എന്താണ് ഇന്നത്തെ അർത്ഥം? ഇപ്പോഴും നമുക്കറിയാം ഭരണകേന്ദ്രങ്ങളിൽ മഹാനായ ഹെരോദസിനെ പോലുള്ളവരുണ്ടാകും. അത് ദേശരാഷ്ട്രങ്ങളിലുണ്ടാകാം, സഭയിലുണ്ടാകാം. അവരാണ് ഭരണം കൈയാളുന്നതെന്നും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്നും അവർ വിചാരിക്കുന്നുണ്ടാകാം. അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിലൊക്കെ ദൈവപുത്രനും അവൻ്റെ സഭയും സഹിക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ എറണാകുളം ഭദ്രാസന ബസിലിക്കൽ എന്താ കാണുന്നത്? ഇതാണ് കാണുന്നത്. ഈ ഭരണത്തിലിരിക്കുന്നവർ വരുമ്പോൾ സഭയുടെ കുർബാന, അവരില്ലാത്തപ്പോൾ അവർ പിൻവാതിലിലൂടെ ഇല്ലിച്ചിട്ട് കുർബാന അനുവദിക്കുന്നു. അവിടെ ദൈവപുത്രന് പോലും രക്ഷയില്ല. ഈ ബേത്ലഹേമിൽ ജനിച്ചിട്ട് ദാവീദിന്റെ നഗരത്തിൽ, ദാവീദ് അഭിഷേകം ചെയ്ത നഗരത്തിൽ, അപ്പത്തന്റെ ഭവനത്തിൽ ജനിച്ച യേശുവിന് പോലും ഭരണത്തിൽ ഹെരോദസ് പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ദൈവപുത്രന് പോലും രക്ഷയില്ല. ദൈവം മാലാഖി അയച്ചിട്ട് യൗസേപ്പിനോട് പറയാണ്, കുട്ടിയെയും അമ്മയെയും എടുത്ത് ഓടുക, ഈജിപ്തിലേക്ക് പോകുക. ഈജിപ്ത് അടിമത്തത്തിന്റെ നാടാണ്, പക്ഷെ എന്നാലും പൊയ്ക്കോ. ഇപ്പൊ പോകേണ്ട നിവൃത്തിയില്ല. ഭരണത്തിലിരിക്കുന്നത് ഹെരോദസിനെ പോലുള്ളവരാണെങ്കിൽ ദൈവപുത്രനെ പോലും സംരക്ഷിക്കാൻ യൗസേപ്പ്, മറിയം തുടങ്ങിയ പോലുള്ള ആളുകൾ വേണ്ടി വരും. ഇതല്ലേ ഇപ്പം നമ്മൾ ബസിലിക്കയിൽ കാണുന്നത്? ദൈവപുത്രനെ രക്ഷിക്കാനായിട്ട് അവിടെ കുറേ നാളുകളായിട്ട് അവിടെ ആളുകൾ ഇരിക്കുകയാണ്. ഇവിടെ 2 തരം കുർബാന, ഒന്ന് സഭയുടെ കുർബാന, പിന്നെ ഇല്ലിച്ചിട്ട് കുർബാന, രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് യൗസപിതാവിനെ പോലെയും മറിയത്തെ പോലെയുമുള്ള ആളുകൾ അവർ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് പകരം ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അവരായിരുന്നു ശരിക്കും 25 നോമ്പ് എടുത്തവർ. ബസിലിക്കയിൽ അവർ കാവലിരിക്കുകയാണ്, കർത്താവിന് കാവലിരിക്കുക. ഹെരോദസുമാർ കർത്താവിനെ കൊല്ലാതിരിക്കാൻ. പക്ഷെ ആത്യന്തികമായിട്ട് ഈ കർത്താവിനെ കൊല്ലാൻ നടക്കുന്ന ഹെരോദസ് പോലുള്ളവരാണോ വിജയം വരിക്കുക? ഒരിക്കലും അല്ല. ആത്യന്തികമായി പൗരസ്ഥനായ നീതി സൂര്യൻ തന്നെ വിജയം വരിക്കും. അവനെ ആരാധിക്കുന്ന ആളുകൾ വരികയും ചെയ്യും. അതിനെ തടയിടാനൊന്നും ഇവർക്ക് കഴിയില്ല. ഇവർ ഞങ്ങളാണ് ലോകം നിയന്ത്രിക്കണേ, ഞങ്ങളാണ് സഭ നിയന്ത്രിക്കണേ, ഞങ്ങളാണ് ദേശരാജ്യം നിയന്ത്രിക്കണേ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാകാം. പോലീസും പട്ടാളവും അധികാരവും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ്, രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കയ്യിലാണെന്ന് വിചാരിക്കുന്നുണ്ടാകാം. ഹെരോദസൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും കാര്യമില്ല. രണ്ടാമതൊരു കാര്യം, പൗരസ്ഥനായ നീതി സൂര്യനെ കാണാൻ വേണ്ടി കിഴക്കോട്ട് നോക്കാൻ പോലും പേടിക്കുന്നവരാണ് വിമതരും മുന്നേറ്റക്കാരും. പൗരസ്ഥനായ നീതി സൂര്യനെ കാണാൻ വേണ്ടി കിഴക്കോട്ട് നോക്കാൻ പോലും പേടിക്കുന്നവരാണ് വിമതരും മുന്നേറ്റക്കാരും. അവർക്ക് അവരുടെ താളത്തിനൊത്ത തുള്ളി ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പൗരസ്ത്യ വിരുദ്ധരായ നേതൃത്വത്തിൻ്റെ ഒരു നിഗൂഢ പദ്ധതിയും ആത്യന്തികമായി വിജയിക്കില്ല. പക്ഷേ സത്യവിശ്വാസികൾ ഈ ദൈവപുത്രൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തതുപോലെ, തിരുക്കുടുംബം ഈജിപ്തിൽ പലായനം ചെയ്തതുപോലെ സഹിക്കേണ്ടി വരും. പക്ഷെ ആത്യന്തിക വിജയം അങ്ങനെ സഹിക്കുന്നവരുടേതായിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.